ഇത് ബോച്ചേൻ്റെ ചായപ്പൊടിയാണ്. ഇപ്പം എല്ലാവരും വാങ്ങുന്നുണ്ട്, നമ്മളും വാങ്ങി. ഒരു കൂപ്പൺ ഉണ്ട്, കൂപ്പൺ അടിച്ചാൽ 25,000 25 കോടി അപ്പം നമ്മൾ മടിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മളും ഇതെടുത്തു. നല്ല ചായപ്പൊടിയാണ്, നല്ല സ്ട്രോങ് ചായ എന്നാണ് പറഞ്ഞ് കുടിച്ചവർ. അപ്പം ഞാൻ കുടിച്ചു നോക്കിയില്ല, ഞാൻ കുടിച്ചു നോക്കട്ടെ. 25 കോടിയും ഇതിൻ്റെ കൂടെ കിട്ടട്ടെ. രാവിലെ തന്നെ ചായ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നല്ല ചായപ്പൊടിൻ്റെ ഒരു ചായയാണ്, ബോച്ചേൻ്റെ ആ ചായപ്പൊടിയാണ്. അപ്പോൾ നല്ല ചായപ്പൊടിയാണ്. അപ്പോൾ നല്ല ചായയൊക്കെ വെച്ചു. അപ്പോഴേക്കും രാവിലെ തന്നെ മഴയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇത്താത്താൻ്റെ വീട്ടിലാണ്, നമ്മുടെ വീട് ഇതല്ല. അപ്പോൾ നമ്മൾ ഇത്താത്താൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ 2 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണിത്. അപ്പോൾ നമ്മുടെ ചായ നല്ല സൂപ്പർ ചായയായി, അടിപൊളി ചായ, എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചു. അപ്പോൾ ആ ചായപ്പൊടീൻ്റെ മോശമൊന്നുമില്ല, നല്ല ചായപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. ഇതിൻ്റെ ബിസ്ക്കറ്റ് എന്നാ ക്രീം എല്ലാവരും വെള്ളയപ്പത്തിൻ്റെ കൂട്ടാന്ന്. ഇതിൽ കുറച്ച് പച്ചരിയും പുതിർത്തി തേങ്ങ അല്ലേ, തേങ്ങയും ഈസ്റ്റ് കൂട്ടിനാ, കുറച്ച് ഈസ്റ്റും കൂട്ടി രാത്രിക്ക് അരച്ച് ഇവിടെ വെച്ചു. ഇതാ നല്ല കൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചുട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പൂ പോലത്തെ അപ്പം. ഇതിൻ്റെ കറി എന്നാ ഭാബി? ഇതിനെന്നാ കറി? ബീഫ് ഇഷ്ടാ. നല്ല കോമ്പിനേഷൻ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു ഉള്ളി മുളക് ഉണ്ട്. ഇതെന്നാ പരിപാടി? മാച്ചിങ്. അത് റെഡി ആയിട്ടുണ്ട്. അപ്പച്ചട്ടി. അപ്പോൾ ഇതാ ഇതിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞു. നമ്മൾ ഇതാ അപ്പം ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ട് ഇത് പൊത്തണ്ടേ, ഓട്ട വന്നാൽ ഇത് വന്ന് ഞാനന്ന് പൊത്തുക. ഇതാ നമ്മുടെ താറാവ് വെള്ളം അരയന്നം താറാവ് ശരിയാന്ന്. കോട്ടയത്ത് കറപ്പൽ തന്നെ അപ്പം ഉണ്ട്. ഇതാ മുറ്റത്ത് താറാവ് ജീവനോടെ ഉണ്ട്. നമ്മുടെ കണ്ണൂർക്കാരെ ഇതാണ്, നമ്മുടെ കണ്ണൂർക്കാരെ ഭാഷ ഇതാണ്. ഇതാണ് ഭാഷ. പിന്നെ നമുക്ക് നമ്മളതായിട്ട് പറയാനല്ലേ കഴിയും, നമുക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആകുന്നുണ്ട്. താറാവ് മുറ്റത്തുണ്ട്. അപ്പോൾ അപ്പവും താറാവും ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട്. ഇതിനെ അങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ തിന്നവർ റോസ്റ്റ് ആവും. നമ്മുടെ നല്ല രസം, നല്ല അപ്പം കേട്ടോ, നല്ല വെള്ളയപ്പാണ്. അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ടി മുട്ടക്കറി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇതാ നല്ല മുട്ടയൊക്കെ പൊഴിഞ്ഞ് പകുതിയാക്കി. അപ്പോൾ അത് കറിയിൽ പോലത്തെ അപ്പം, മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ റെഡിയാകുന്നുണ്ട്. പൂ പോലത്തെ വെള്ളയപ്പം ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ ഗ്രേവിയിൽ മുട്ട ഇട്ട് കൊടുത്ത് നല്ല സൂപ്പറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായിട്ട് നല്ല പൂ പോലത്തെ അപ്പം ഇവിടെ റെഡിയായിട്ട് നമ്മളതിൻ്റെ ഗ്രേവിയും നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കാൻ വേണ്ടി ഞാൻ കഴിച്ച് നോക്കി. നല്ല ഇഷ്ടപ്പെട്ടു സംഭവം. സൂപ്പർ. നിങ്ങളവർക്കും അതിനൊന്ന് ചെയ്ത് നോക്കുക. നല്ല വരുമ്പോൾ എന്നാ കൊണ്ടുവരണ്ട ചേച്ചി? പറഞ്ഞോ, ഉപ്പ് കേൾക്കും പറഞ്ഞോ. എല്ലാം പോണോ? ഇതാ ഐസിൻ്റെ ഉപ്പ് കാക്കാൻ പറഞ്ഞ് ഞാൻ ഐസി ഇതാ ഒരു ബില്ലിട്ടിട്ടുണ്ട്. വരുമ്പോൾ ഐസിക്ക് ഇതെല്ലാം കൊണ്ടുവരണം അല്ലേ? വേറെന്നും വേണം ഐസിക്ക് വേറെന്നും വേണ? ഐസി ഒന്നും വേണ? ഓ പ്ലെയിൻ, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതും വാങ്ങ പറയട്ടാ. ബെൽട്ടാ? ഓ കാറിൻ്റെ ബാറ്ററി അല്ലേ? കാറ് വർക്ക് ചെയ്തു. ഇത് നല്ലൊരു മസാല പപ്പടം. ഇത് നിങ്ങൾ ആരെങ്കിലും ഈ പപ്പടം കണ്ടിട്ടുണ്ടോ? അതാ നല്ല മസാല പപ്പടം. നല്ല പപ്പടം കേട്ടോ. എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോറ് തിന്നാനല്ലോ. അത് തിന്നു നോക്കി. നല്ല മസാല എല്ലാം ആയിട്ടുള്ളതാ. ഇതിൻ്റെ എന്തെല്ലാം മസാലകളുണ്ടല്ലേ? ഇതാ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഇതാണ് മസാല പപ്പടം എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഐസി എന്താ കുടിക്കുന്നേ? കഞ്ഞിയും പപ്പടം, നല്ല മസാല പപ്പടം. ഇതാ ജമ്മുവിൻ്റെ അടുത്തുള്ളതാ മസാല പപ്പടം കഞ്ഞിയും. രസമുണ്ടോ ജമ്മു?
സൂപ്പറാ ചില രസമുണ്ടാ മസാല പപ്പട രസമുണ്ടാ അയച്ചി മസാല പപ്പടോ കഞ്ഞിയും കൂടി മിക്സ്ഡ് ആക്കിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കഞ്ഞിയും ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്താത്ത കപ്പയൊക്കെ വെച്ചു. അപ്പോൾ ഇതാ കടുകും ഒക്കെ വറവ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് കപ്പയും ചായയും അടിക്കാനുള്ളൊരു പരിപാടിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് അല്ല, അടിപൊളി കപ്പ എന്തൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നമ്മൾ ചായയും കപ്പയൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കഴിച്ചതിന് ശേഷം കുട്ടികളുടെ കളികളും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായത് എന്നും പറഞ്ഞത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാതിരിക്കരുത്. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ വരാം.